വെറും കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാൻ ചെയ്തൊരു വീഡിയോയുടെ താഴെ വന്ന ഒരു കമന്റ് ആണ് ഇത്. ആ വീഡിയോ എന്താണെന്ന് വെച്ചാല്, അതിന് മുൻപ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ കുറച്ച് പേരൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ കാണാൻ ഒരു ഫോറിൻ ലുക്ക് ഉണ്ട്, മോഡലിംഗ് ഒക്കെ ചെയ്ത് നല്ലതായിരിക്കും. അപ്പൊ അത് കണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ ചെയ്തൊരു വീഡിയോ. ആ വീഡിയോയുടെ താഴെ വന്ന കുറേ നെഗറ്റീവ് കമന്റ്സിലെ ഒരു കമന്റ് ആണിത്. ആ കമന്റ്സ് ഇങ്ങനെ കാണിച്ചു തരാൻ കേട്ടോ, അവരെ എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ ടാഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ കേരളത്തിൽ എത്രത്തോളം വേസ്റ്റുകൾ ഉണ്ടെന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു എന്റെ ഒരു കമന്റ് ബോക്സ് എന്ന് പറയുന്നത്. കുറെ പേരൊന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാൻ ആഫ്രിക്കൻസിനെ പോലെയുണ്ട്, നീഗ്രോയെ പോലെയൊക്കെ ഉണ്ട്, അവരെന്താ മനുഷ്യരല്ലേ. പിന്നെ വേറെ ചേട്ടൻ കമന്റ് ചെയ്തേക്കുന്ന മോഡലെല്ലാം മടലാണ്. അടുത്തത്, അവിടുത്തെ ഹോംലെസ് പീപ്പിൾസ് ഒക്കെ അങ്ങനെയാണ്. ഞാൻ ഹോംലെസ് ആണോ അല്ലെന്നുള്ളതിന്റെ ഒരു തെളിവ് എന്റെ അക്കൗണ്ടിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ഫസ്റ്റ് റീല്. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെ വിമർശിക്കാനും അവരെ തരം താഴ്ത്താനും താങ്കൾക്ക് എന്ത് അധികാരമാണുള്ളത്? പിന്നെ നെഗറ്റീവ് പറയുന്നവർക്ക് ഒരു വിചാരം ഉണ്ടായിരിക്കും, നിങ്ങളുടെ ഈ വാചകോടി കേട്ടിട്ട് ഞാൻ തല താഴ്ത്തി പിന്നോട്ട് പോകുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല. പണ്ടോട്ടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ലെന്ന് ആരൊക്കെ പറയണം അതൊക്കെ ചെയ്ത് കാണിച്ചിട്ട് മുന്നോട്ട് പോയാണ് എന്റെ ശീലം. അതുകൊണ്ട് മാസങ്ങൾക്ക് മുൻപ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞ മടല് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ കൂടെ ഞാൻ ഉൾപ്പെടുത്തുകയാണ്. അപ്പോ ഈ ഒരു വീഡിയോ വിവരമില്ലാത്ത കുറച്ച് റേസിസ്റ്റുകൾക്കെതിരെയുള്ള മറുപടി മാത്രമല്ല, അവരുടെ വാക്കും കേട്ട് വിഷമിച്ച് ആത്മവിശ്വാസം പോയി തല കുടിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശബ്ദം കൂടിയാണ് എന്റെ ഒരു വീഡിയോ. വേറൊന്നും കൊണ്ടല്ല, എനിക്കറിയാം നിങ്ങൾക്ക് ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ മുറിവൊക്കെ ഉണങ്ങണം. അത് ഉണങ്ങണമെങ്കിൽ നിങ്ങൾ രംഗത്തിറങ്ങി പ്രവർത്തിക്കണം. നന്ദി, നമസ്കാരം.